എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റ് ഒരു തമിഴ് മൂവിയാണ് തായ്ക്കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശിന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ്ക്കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. മാർച്ച് 26 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു മലയാളം വെബ് സീരീസ് ആണ് ഷാഡോ പ്ലേ. കൊലപാതകങ്ങളോ കുറ്റകൃത്യങ്ങളോ അന്വേഷിക്കുന്ന രീതിയിലായിരിക്കും ഈ സീരീസ് എന്നുള്ളതാണ് ഇതിന്റെ പോസ്റ്ററുകൾ സൂചിപ്പിക്കുന്നത്. ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ക്രൈം ത്രില്ലർ സീരീസിൽ പെടുത്താവുന്ന ഷാഡോ പ്ലേയുടെ കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ പുറത്തുവിട്ടിട്ടുണ്ട്. സീരീസിന്റെ റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ സീരീസിന്റെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തതൊരു മലയാളം മൂവിയാണ് ആശാൻ. ഗപ്പി, അമ്പിളി എന്നീ സിനിമകളുടെ ശ്രദ്ധേയനായ ജോൺ പോൾ ജോർജാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സിനിമ എന്ന കലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ കഥ പറയുന്ന ഈ ചിത്രം ഒരു ഫീൽ ഗുഡ് എന്റർടൈൻമെന്റ് ആണ്. ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഇന്ദ്രൻസിന്റെ ആശാൻ എന്ന കഥാപാത്രം എടുത്തു പറയേണ്ടതാണ്. ഇതിൽ ഇന്ദ്രൻസിനെ കൂടാതെ ശോഭി തിലകൻ, മദൻ ഗൗരി എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിനെത്തിച്ചത്. ആമസോൺ പ്രൈം വീഡിയോസ് ഈ മൂവിയുടെ OTT റൈറ്റ് സ്വന്തമാക്കിയെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ മൂവി മാർച്ച് മാസം ലാസ്റ്റ് വീക്കോടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് റിട്ടേൺ ടു ദ ജുറാസിക്. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് 27 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി G പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ മാർച്ച് ലാസ്റ്റ് വീക്ക് മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു വെബ് സീരീസ് ആണ് ബൈറ്റ്. ഒരു ഡാർക്ക് കോമഡി വെബ് സീരീസ് ആണ് ബൈറ്റ്. ലണ്ടൻ പശ്ചാത്തലത്തിലാണ് ഈ സീരീസ് ഒരുങ്ങിയിരിക്കുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 25 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഫോർത്ത് ഫ്ലോർ. LR സുന്ദരപാണ്ഡ്യന്റെ സംവിധാനത്തിൽ ആര്യ അർജുൻ, പവിത്ര അരവിന്ദ് എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു സൈക്കോളജിക്കൽ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ഫോർത്ത് ഫ്ലോർ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ധീരൻ തന്റെ കാമുകിയുടെ ആവശ്യപ്രകാരം ചെന്നൈയിലെത്തുകയും അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ 4ാം നിലയിൽ 4A ഫ്ലാറ്റിൽ താമസിക്കുകയും ആ ഫ്ലാറ്റിൽ നിന്നും അദ്ദേഹത്തിനുണ്ടാകുന്ന ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് വിഷ്ണു വിന്യാസം. ജ്യോതിഷത്തെക്കുറിച്ചാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്നത്. റൊമാൻറ്റിക് കോമഡി എന്റർടൈൻമെന്റ് ആയ വിഷ്ണു വിന്യാസത്തിൽ ശ്രീ വിഷ്ണു, നയൻ, സാരിക എന്നിവരാണ് പ്രധാന വേഷങ്ങളിലെത്തുന്നത്. ഒരു യുവാവിന്റെ പ്രണയത്തിന്റെയും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ജ്യോതിഷത്തിന്റെ അമിത പ്രാധാന്യമാണ് ഈ സിനിമയുടെ പ്രമേയം. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ തെലുങ്ക്, മലയാളം, തമിഴ്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു ഹിന്ദി മൂവിയാണ് മർദാനി 3. റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി പോലീസ് വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് മർദാനി 3. ഇതിൽ റാണി മുഖർജിയെ കൂടാതെ മല്ലിക പ്രസാദും പ്രധാന വേഷത്തിലെത്തുന്നു. അഭിരാജ് മിനാവാല സംവിധാനം ചെയ്ത ഈ മൂവി ആദിത്യ ചോപ്രയുടെ യാഷ്രാജ് ഫിലിംസ് ആണ് നിർമ്മിച്ചത്. കുട്ടികൾക്കും സ്ത്രീകൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഈ സിനിമയുടെ പ്രമേയം. 2026 ജനുവരി 30 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. മാർച്ച് 27 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ആംഗോങ് കി ഗുസ്താഖിയാൻ. സന്തോഷ് സിംഗ് സംവിധാനം ചെയ്ത് വിക്രാന്ത് മാസി, ഷനായ കപൂർ, സൈൻ ഖാൻ ദുറാനി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ റൊമാൻറ്റിക് മ്യൂസിക്കൽ ഡ്രാമ ഫിലിമാണ് ആംഗോങ് കി ഗുസ്താഖിയാൻ. അന്തരായവരുടെ ലോകത്ത് സംഗീതവും പ്രണയവും ഈ സിനിമയിൽ മനോഹരമായി ദൃശ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. C5 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു തമിഴ് വെബ് സീരീസ് ആണ് കാട്ടാൻ. നാഷണൽ അവാർഡ് നേടിയ മണികണ്ഠൻ, B അജിത് കുമാർ എന്നിവർ ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. വിജയ് സേതുപതി കേന്ദ്ര കഥാപാത്രമെത്തുന്ന ഈ സീരീസിൽ മിലിന്ദ് സോമൻ, സുദേവ് നായർ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. കാട്ടാൻ എന്ന വ്യക്തിയെ കാണാതാവുന്നതും അതിനെപ്പറ്റിയുള്ള നിഗൂഢതകളുമാണ് ഈ സീരീസിന്റെ പ്രമേയം. ഒരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമായ ഈ സീരീസ് തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ മാർച്ച് 27 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. അജയ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് ജീവ, അർജുൻ സർജ, രാശി ഖന്ന എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് അഗസ്ത്യ ഏഞ്ചൽസ് വേഴ്സസ് ഡെവിൾ. കലാസംവിധായകനായ വ്യക്തിയും അദ്ദേഹത്തിന്റെ വധുവും ഒരു പ്രേതഭവനത്തിൽ ചെന്നപ്പെടുന്നതും അതുമൂലം അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഈ സിനിമയുടെ പ്രമേയം. ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയ സിനിമയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺനെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ മാർച്ച് 28 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു മലയാളം മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കേന്ദ്ര കഥാപാത്രമാക്കി നാദിർഷ സംവിധാനം ചെയ്തൊരു ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് മാജിക് മഷ്റൂംസ്. വിഷ്ണു ഉണ്ണികൃഷ്ണനെ കൂടാതെ അക്ഷയ് ഉദയകുമാർ, സിദ്ധാർത്ഥ് ഭരതൻ, ഹരിശ്രീ അശോകൻ, അജു വർഗീസ്, ജോണി ആന്റണി എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്
സൺ നെക്സ്റ്റും ആമസോൺ പ്രൈം വീഡിയോസുമാണ്. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി ഈ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ. അടുത്തൊരു വെബ് സീരീസ് ആണ് മാംല ലീഗൽ ഹേ. ഒരു കോർട്ട് റൂം ഡ്രാമ സീരീസ് ആണ് മാംല ലീഗൽ ഹേ. കോമഡിക്ക് പ്രാധാന്യം നൽകിയാണ് ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 3 മുതൽ മാംല ലീഗൽ ഹേ സീസൺ 2 OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് വെബ് സീരീസ് ആണ് കമ്പനി റിട്രീറ്റ്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നല്ല ഹാസ്യാത്മകമായ രീതിയിൽ ഈ സീരീസിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 20 മുതൽ ആദ്യത്തെ 3 എപ്പിസോഡുകളും മാർച്ച് 27-ന് 4ഉം 5ഉം എപ്പിസോഡുകളും ഏപ്രിൽ 3-ന് 6ഉം 8ഉം എപ്പിസോഡുകളും ലഭ്യമാകും. ഇതൊരു ഇംഗ്ലീഷ് സീരീസ് ആണ്. സംതിങ് വെരി ബാഡ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. തെറ്റായ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുമെന്ന പേടിയും അതുകൊണ്ടുണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രമേയം. സൈക്കോളജിക്കൽ ഹൊറർ സീരീസായ ഈ സീരീസ് നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രേഞ്ചർ തിങ്സിന്റെ നിർമ്മാതാക്കളാണ്. മാർച്ച് 26 മുതൽ ഈ സീരീസിന്റെ 8 എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് ഹൗസ് ഓഫ് ഡേവിഡ്. ഒരു ഹിസ്റ്റോറിക്കൽ ഡ്രാമ സീരീസ് ആണ് ഹൗസ് ഓഫ് ഡേവിഡ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ മാർച്ച് 27 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു കന്നഡ മൂവിയാണ് ലാൻഡ് ലോർഡ്. ദുനിയ വിജയ്, രജിത റാം, രാജ്ബി ഷെട്ടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജഡേഷ് കുമാർ ഹംപി സംവിധാനം ചെയ്ത മൂവിയാണ് ലാൻഡ് ലോർഡ്. C5-ലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തൊരു വെബ് സീരീസ് ആണ് ഡയർ ഡെവിൾ ബോൺ അഗെയിൻ. നിയമം കൊണ്ടും കഴിവുകൊണ്ടും നായകൻ അനീതിക്കെതിരെ പോരാടുന്നത് തടയാൻ ശ്രമിക്കുന്ന വില്ലന്റെ കഥയാണ് ഈ സീരീസ് പറയുന്നത്. ഒരു സൂപ്പർ ഹീറോ സൈക്കോളജിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുത്താവുന്ന ഈ സീരീസിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. മാർച്ച് 25 മുതൽ ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.